കേരള, ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ്, വി എൻജോയ് ദ ലോവസ്റ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇറ്റ്സ് വെരി സാഡ് ടു സീ ദാറ്റ് ഹോം ഡെലിവറീസ് ആർ ഓൺ ദ റൈസ്. മോർ ദാൻ 500 ഹോം ഡെലിവറീസ് ഇൻ ട്രിവാൻഡ്രം അങ്ങനെ വരെ ഉണ്ട്. സോ ദേ ഓൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ക്യാൻ ഗോ റോങ് അറ്റ് എനി ടൈം. പണ്ട് ഹോം ഡെലിവറീസ് കൂടുതലായിരുന്നു, പക്ഷെ പണ്ട് ഹോം ഡെലിവറീസ് കൂടിയതോളം മെറ്റേണൽ മോർട്ടാലിറ്റി പണ്ടത്തെ കൂടുതലാണ്. പീരീഡ്സ് വരാത്തതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമില്ല എന്നും പറഞ്ഞിട്ട് അവരതിനെങ്ങും ബോധർ ചെയ്യാതെ നടക്കുന്നവരുണ്ട്. ഇപ്പം നമുക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ലെങ്കിലും കുറേ നാൾ കഴിയുമ്പം എൻഡോമെട്രിയൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ റിസ്ക് കൂടും. ഇപ്പം ഒ പിയിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാവരെയും അവർ വരുന്ന PCOക്ക് ടെസ്റ്റ് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ടാണ്. ദേ തിങ്ക് ദാറ്റ് വൺസ് ദേ മിസ് എ പീരിയഡ് ഓർ ദേ ഹാവ് ആൻ ആക്നെ, ദാറ്റ്സ് ഇറ്റ്, ദേ ഡയഗ്നോസ് ദെംസെൽസ് വിത്ത് PCO. പാവം പപ്പായയും പൈനാപ്പിളും ഒക്കെ ഒരുപാട് ദുഷ്പേര് കേട്ടിട്ടുണ്ട്. പുതിയ ആള് വരുവാണ്, വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ ആരൊക്കെ നോക്കുകയാണെങ്കിലും മദർ ഹാസ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഹർ ഹോൾ ലൈഫ് ടേൺസ് അപ്സൈഡ് ഡൗൺ. ബേബി വന്നു കഴിഞ്ഞാൽ അത് തീരുന്നില്ല. ഈവൻ പോസ്റ്റ്മോർട്ടം ദാറ്റ് ഷുഡ് വെരി ഇമ്പോർട്ടന്റ് ടു മേക്ക് ദ മദർ ഹാപ്പി. ഒരു പ്രഗ്നൻസി നമുക്ക് നോർമൽ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത, ആർക്കും പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത കോംപ്ലിക്കേഷൻസ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എപ്പോൾ വേണോ സംഭവിക്കാം. എൻ്റെ മദർ ഇൻ ലോ പ്രസവിച്ചു, സുഖമായിട്ട് 5 പേരെ പ്രസവിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഒരാൾക്ക് പ്രസവിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. 23, 25 ആ ഒരു ഏജ് ഗ്രൂപ്പിലെല്ലാം എവറിത്തിങ് വിൽ ബി പെർഫെക്റ്റ്, ബട്ട് ദ വുമൺ മൈറ്റ് നോട്ട് ബി റെഡി ടു ഹാവ് എ ചൈൽഡ് അറ്റ് ദാറ്റ് ടൈം. Hello everyone, welcome back to our podcast Vital Voices. Today we have a very special guest, Dr. Rohini, who is our consultant gynecologist at SP Medifort Hospital, and today we'll be talking about women's health. Welcome ma'am. Thank you. Doctor, what are the health issues we see in women from 20 to 40-year-old? Okay, so most common health issue എന്ന് പറയുമ്പോഴത്തേക്കും പീരീഡ് പ്രോബ്ലംസ്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് തന്നെയാണ്. അത് 20 ആണെങ്കിലും 30 ആണെങ്കിലും 40 ആണെങ്കിലും യൂഷ്വലി കാണുന്നത് അതാണ്. സോ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഒരു 20-year-old ഒക്കെ പലരും വരുന്നത് സ്കാൻഡി സൈക്കിൾസ്, ബ്ലീഡിങ് കുറവാണ്, അല്ലെങ്കിൽ 2 മാസം 3 മാസം കൂടുമ്പോഴാണ് വരുന്നത്. ദേ കനോട്ട് പ്രെഡിക്റ്റ് ദ ഡേറ്റ്. ഒരു റെഗുലാരിറ്റി അവരുടെ സൈക്കിളിന് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ചിലവർ എക്സസീവ് ബ്ലീഡിങ് ആയിട്ടാണ് വരുന്നത്, പാസേജ് ഓഫ് ക്ലോത്ത്സ് അങ്ങനെ പറഞ്ഞിട്ട് വരും. ആൻഡ് ദീസ് 2 ആർ ദ മോസ്റ്റ് കോമൺ തിങ്സ് ദാറ്റ് ആർ സീൻ. ആൻഡ് ഓൾസോ വെജൈനൽ ഡിസ്ചാർജ്, അബ്നോർമൽ വെജൈനൽ ഡിസ്ചാർജ്, ഇച്ചിങ്, പ്രൂറൈറ്റിസ് ആ ഏരിയയിൽ ഭയങ്കരമായിട്ടും, അതും അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ, അവർക്ക് വർക്ക് ചെയ്യാൻ പോകാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ മോസ്റ്റ് കോമൺലി ഇപ്പം കണ്ടുവരുന്നത് ഇതൊക്കെയാണ്. ഡോക്ടർ, ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സോ എന്താണ് റെഗുലർ സൈക്കിൾസ് അല്ലേ? ഒരു നോർമൽ ഇപ്പോൾ ഒരു 20 വയസ്സ് 40 വയസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു പ്യൂബർട്ടി അറ്റൈൻ ചെയ്തിട്ട് കുറച്ച് നാളായി കഴിഞ്ഞ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരു 21 to 35 ഡേയ്സിലൊരിക്കൽ ഒരു 2 to 3 ഡേയ്സ് മിനിമം ബ്ലഡ് ഫ്ലോ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ റെഗുലർ സൈക്കിൾ. അപ്പം ആ റെഗുലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം ഇപ്പം എല്ലാ മാസവും ഇന്ന ഡേറ്റിന് വരണം, അല്ലെങ്കിൽ 28 ദിവസം കൂടുമ്പം വരണം എന്നില്ല. ഈ ഒരു സൈക്കിൾ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ബട്ട് ചിലവർക്ക് ഹെവി ബ്ലീഡിങ് ആവാം. ഇങ്ങനെ വന്നാലും ഹെവി ബ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന എന്ത് ബ്ലീഡിങ്ങും ഹെവി ബ്ലീഡിംഗ് ആണ്. ഇപ്പം നമുക്കൊരു ദിവസം ഒരു 8 പാഡ് കൂടുതൽ ചേഞ്ച് ചെയ്യേണ്ടി വരുവാണ്, ക്ലോത്ത്സ് ആയിട്ട് ഒരുപാട് പാസ് ചെയ്യുന്നുണ്ട്, നൈറ്റ് ടൈമിൽ എഴുന്നേറ്റ് നമുക്ക് ഒരുപാട് പാഡ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരികയാണ്, യു ആർ അൺഏബിൾ ടു ഗോ ടു വർക്ക് ബിക്കോസ് ഓഫ് യുവർ ബ്ലീഡിങ്. സോ വാട്ട് എവർ ബ്ലീഡിങ് ദാറ്റ് അഫക്ട്സ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ്, ദാറ്റ് ഇസ് എ ഹെവി ബ്ലീഡിങ്. ഓക്കെ, സോ ഇതാണ് റെഗുലർ എന്താണെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി എന്താണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ പലരും വരുന്നത് ഒരു 3 മാസമായി പീരീഡായിട്ട്, 4 മാസമായി പീരീഡായിട്ട്, ആൻഡ് ദേ ആർ ഓൾസോ വെരി കംഫർട്ടബിൾ. കാരണം പീരീഡ്സ് വരാത്തതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമില്ല എന്നും പറഞ്ഞിട്ട് അവരതിനെ ബോധർ ചെയ്യാതെ നടക്കുന്നവരുണ്ട്. ബട്ട് ദാറ്റ് ഈസ് വൺ തിങ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും ഒരുപാട് നാൾ ലൈക്ക് ഒരു 2 months കൂടുമ്പോഴെങ്കിലും നമ്മൾക്ക് ബ്ലീഡിങ് വന്നില്ലെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് കഴിച്ചെങ്കിലും ഒരു ബ്ലീഡിങ് വരുത്തിക്കാനായിട്ട് നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം. ഇങ്ങനെ ഒരുപാട് നാൾ നമ്മൾ ബ്ലീഡിങ് ഇല്ലാതെ പോകരുത്. കാരണം ഒരു ലോങ് ടേം നമ്മൾ ബ്ലീഡിങ് ഇല്ലാതെ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ലെവൽസ് കൂടുവാണ്. സോ ഈ അൺഅപ്പോസ്ഡ് ഈസ്ട്രജൻ ആക്ഷൻ വരുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ലെങ്കിലും കുറേ നാൾ കഴിയുമ്പം എൻഡോമെട്രിയൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ റിസ്ക് കൂടും. എസ്പെഷ്യലി ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർ, അവരാണ് അവർക്ക് ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കൽ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വെരി കംഫർട്ടബിളി വരുന്നവരുണ്ട്. അപ്പം ദേ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് എവറി
2 to 3 months അവരൊരു വിഡ്രോയൽ ബ്ലീഡിംഗ് എങ്കിലും വരുത്തിക്കണം എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡോക്ടർ, ഇപ്പം പ്യൂബർട്ടി, ഓക്കെ, പ്യൂബർട്ടി എന്ന് പറയുമ്പോഴത്തേക്കിനും യൂഷ്വലി ദ നോർമൽ ഏജ് ഇസ് ഫ്രം 12 ഓൺവേർഡ്സ്, റൈറ്റ്? ഒരു ആവറേജ് ഏജ് ഇപ്പോൾ ഒരു 10 ഒക്കെയാണ്. ഇസ് ദർ എനി റീസൺ? അത് ഇപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു 12 അല്ലെങ്കിൽ ഒരു 13 ആകുമ്പോഴേ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇപ്പം നോക്കുമ്പോഴും ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഫ്രം 8 to 10 അങ്ങനെയാണ് ഇപ്പം വരുന്നത്. സോ ഇസ് ദർ എനി സ്പെസിഫിക് റീസൺ ഫോർ ദാറ്റ്? ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, ദാറ്റ്സ് ദ മോസ്റ്റ് കോമൺ റീസൺ. പണ്ടത്തേനെ കാട്ടി ദേ ആർ ഈറ്റിംഗ് ബെറ്റർ ഫുഡ്, ന്യൂട്രീഷ്യസ് ഫുഡ്. മോസ്റ്റ്ലി ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ് ഇതിൻ്റെ കാര്യം. നമ്മളിപ്പോൾ ഒരു ആവറേജ് ഏജ് പ്യൂബർട്ടിയുടെ അറൗണ്ട് 10 years ആണ്. ഒരു 9 to 10 ഏജിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നുണ്ട്. ലെസ് ദാൻ 8 years പ്യൂബർട്ടി ആവുകയാണെങ്കിലാണ് നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെൻ വി ഹാവ് ടു ബി മോർ കെയർഫുൾ. കാരണം ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഗുഡ്. ഈവൻ ഡിലേഡ് ആവുന്നത് പോലെ തന്നെയാണ് ഏർലി ആവുന്നത് നല്ലതല്ല. അപ്പം വൈ ദിസ് സഡൻ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ സെയിം നമ്മുടെ മെനോപോസിൻ്റെ ഏജും കുറച്ച് അങ്ങോട്ടായിട്ടുണ്ട് അല്ലേ. പണ്ടൊക്കെ ഒരു 45 ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ആവറേജ് ഏജസ് അറൗണ്ട് 52, 53 ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു മെനോപോസൽ ഏജ്. മോസ്റ്റ്ലി ദീസ് ആർ ദ ഡയറ്റ്, നമ്മുടെ ഒരു എൻവയൺമെൻറ്റൽ എക്സ്പോഷർ, ഇതെല്ലാമാണ് മോസ്റ്റ് കോമൺ റീസൺ. നമ്മുടെ ഡയറ്റിലുള്ള കാര്യങ്ങൾ മോസ്റ്റ്ലി പ്രോട്ടീൻ റിച്ച് ഫുഡ്, നമ്മുടെ ഫുഡിൽ ഉള്ള സബ്സ്റ്റൻസസ് ഒക്കെ കാരണം, ആൻഡ് കുറച്ച് ഒരു ഒബീസിറ്റി ഇസ് ഓൾസോ അനദർ ഫാക്ടർ. ഇപ്പം കുട്ടികളിലുള്ള ഒരു ഒബീസിറ്റിയും കൂടുതലാണല്ലോ. അപ്പം അതൊക്കെയാണ് റീസൺസ് ഈ ഹോർമോണൽ ചേഞ്ചസ് എല്ലാം നേരത്തെ ഉണ്ടാവാനായിട്ട്. ഡസ് ഡയറ്റ് ഹാവ് എ സ്പെസിഫിക് റോൾ? ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഡയറ്റ് ഉണ്ടോ? Diet has a very important role in almost everything. Most importantly, polycystic ovary. നമ്മൾ ഇപ്പം ഒ പിയിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാവരെയും അവർ വരുന്ന PCOS ടെസ്റ്റ് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ടാണ്. സി ദേ ആർ ബോംബാർഡഡ് വിത്ത് ഇൻഫർമേഷൻ. സോ ദേ തിങ്ക് ദാറ്റ് വൺസ് ദേ മിസ് എ പീരിയഡ് ഓർ ദേ ഹാവ് ആൻ ആക്നെ, ദാറ്റ്സ് ഇറ്റ്, ദേ ഡയഗ്നോസ് ദംസെൽസ് വിത്ത് PCO. അപ്പം ദേ കം ടു യു ലുക്കിംഗ് ഫോർ ട്രീറ്റ്മെൻറ്റ്. അവരതിനെ ഒരു ഹോൾ സ്പെക്ട്രമായിട്ട് കാണാതെ അവർക്ക് ചിലവർക്ക് വേണ്ടത് ആക്നെ പോകണം, ചിലവർക്ക് അവരുടെ ഒരു എക്സസീവ് ഹെയർ ഗ്രോത്ത് പോകണം. പക്ഷെ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനൊരു ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ PCOക്കാരുടെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഇസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡയറ്റ് ആൻഡ് എക്സസൈസ്. എക്സസൈസ് അറ്റ്ലീസ്റ്റ് ഇപ്പം ഒരു ലേറ്റസ്റ്റ് എഷ്റേ ഗൈഡ് ലൈൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ മിനിമം 5 days എങ്കിലും ഒരു 30 minutes വെച്ച് എന്തെങ്കിലും ഒരു കാർഡിയോ, ഒരു ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യണം. ആൻഡ് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ്. യു ഷുഡ് നോട്ട് ഫാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ഹാവ് എൻ ഏർലി ഡിന്നർ. ഡയറ്ററി ഫൈബേഴ്സ്, പ്രോട്ടീൻസ് കൂടിയത്, ഷുഗേഴ്സ് മാക്സിമം, ഡയറി പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്യുക, ഷുഗേഴ്സ് കട്ട് ചെയ്യുക, ഫ്രൈഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, ബട്ട് കീപ് ഫീഡിങ് യുവർ ബോഡി അറ്റ് സ്മോൾ ഇൻ്റർവെൽസ്. സോ ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അതും ഒരു 5 kg, ഒരു 5 kg വേണ്ട, ഒരു 2 to 3 kg ഒരു വെയിറ്റ് ലോസ് വരുന്നവർക്ക് തന്നെ വേറെ മെഡിസിൻ ഒന്നും ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി സൈക്കിൾസ് എല്ലാം റെഗുലറൈസ്ഡ് ആകുന്നുണ്ട്. സോ ബട്ട് വാട്ട് ഹാപ്പൻസ് ജനറലി ഈസ് ദേ വിൽ ഡു ഇറ്റ് ഫോർ 5 days, then they stop. See, this should be part of your routine. നമ്മളത് അറ്റ് എവറി പോയിന്റ് ഓഫ് അവർ ലൈഫ്, നമ്മളിപ്പോൾ പോളിസിസ്റ്റിക് ഓവറി ഉള്ള ഒരാളാണെങ്കിൽ ത്രൂ ഔട്ട് ലൈഫ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം ഒരു കൺസീവ് ചെയ്യാൻ വേണ്ടിയോ അതിന് അല്ലെങ്കിൽ ഈ ഒരു സ്മോൾ പീരീഡ്സ് റെഗുലർ ആക്കാൻ വേണ്ടി ഒരു 5 മാസത്തേക്കോ മാത്രമല്ല, ത്രൂ ഔട്ട് ലൈഫ് അവരത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്. ഇഫ് ദാറ്റ് ഹാപ്പൻസ് ദെൻ നമുക്ക് പിന്നെ ഒരു ഹോർമോൺസ് ഒക്കെ എടുക്കുന്നതിനെക്കാട്ടിയും ഇതുകൊണ്ട് തന്നെ പലരുടെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് ദർ ആർ സർട്ടൻ പീപ്പിൾ ഹു നീഡ്സ് ഹെൽപ്പ്, എക്സ്ട്രാ ഹെൽപ്പ്. അവർക്ക് നമുക്ക് ഇതല്ലാതെ മെഡിസിൻസ്, കോൺട്രസെപ്റ്റീവ് പിൽസ് പോലത്തെ ഹോർമോണൽ ടാബ്ലറ്റ്സും വേറെ സപ്ലിമെൻറ്റ്സും കൊടുക്കേണ്ടി വരുന്നവരുണ്ട്. ഇത് കാരണം ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വരുമ്പോഴത്തേക്കും ഓവുലേഷൻ ഇൻഡക്ഷൻ ചെയ്യേണ്ടി വരുന്നവരുണ്ട്. ബട്ട് ദ ബേസിക് തിങ് ദാറ്റ് യു അഡ്വൈസ് ദം അറ്റ് ഫസ്റ്റ് ഇസ് ഡയറ്റ് ആൻഡ് എക്സസൈസ്, വെയിറ്റ് ലോസ്. ഇതാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇസ് ദി മന്ത്ര. ഡോക്ടർ, യു സീ എ ലോട്ട് ഓഫ് പേഷ്യൻസ് ഹു കം വിത്ത് മിസ്കൺസെപ്ഷൻസ് അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടോ? ഒരുപാടുണ്ട്. എല്ലാത്തിലും ഇപ്പം ഗൈനക്കാണെങ്കിലും ഒബ്സ്റ്റട്രിക്സ് ആണെങ്കിലും എല്ലാത്തിലും ഈക്വലി മിസ്കൺസെപ്ഷൻസ് ഉള്ള മിത്സ് ആണ് എല്ലാവർക്കും. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദാറ്റ്. കാരണം അവരുടെ ഒരു അണ്ടർലൈങ് ബിലീഫ് അത് മാറ്റാനായിട്ട് നമ്മൾ ഈ PCO എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വായിച്ച് അവർ വരുന്നവരെടുത്ത് വെൻ വി ടെൽ ദം ദ ട്രീറ്റ്മെൻറ്റ് ഫോർ യു ഇസ് ഡയറ്റ് ആൻഡ് എക്സസൈസ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു അക്സെപ്റ്റ് ദാറ്റ്. ഒന്നാമത് ഐ പേഴ്സണലി നോ ദാറ്റ് ഗോയിങ് ഓൺ എ സ്ട്രിക്റ്റ് ഡയറ്റ് ആൻഡ് എക്സസൈസ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് അത് നമ്മൾ അവരടുത്ത് അത് ചെയ്താൽ മതി
നോർമലി നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ആകുമെന്ന് പറയുമ്പം ദേ ആർ നോട്ട് ഹാപ്പി. ആൻഡ് ജനറലി നമ്മുടെ ഒരു പോപ്പുലേഷൻ ആൾക്കാർ അവർ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവർക്ക് മെഡിസിൻ വേണ്ട എന്ന് പറയുന്നത് തന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആൻഡ് റീസെൻ്റ്ലി വി ഹാഡ് എ ഗേൾ, ഷീ ഈസ് സ്റ്റഡിങ് ഇൻ ഐ തിങ്ക് 6th standard or something. She is around close to 80 kgs, 80 to 90 kgs ആണ്. അപ്പം ഹർ പ്രോബ്ലം ഇസ് ദ സെയിം. അവർക്ക് ഇറഗുലർ സൈക്കിൾസ് ഇടയ്ക്ക് ഒരു പ്രൊലോങ്ഡ് ആയിട്ട് വരത്തില്ല, പിന്നെ ഹെവി ബ്ലീഡിങ്, ക്ലാസിക് അനോവുലേറ്ററി ബ്ലീഡിങ് പോലത്തെ ഒരു പാറ്റേണിലാണ് എൻ്റെ മദർ കൊണ്ടുവന്നത്. അങ്ങനെ നമ്മളിങ്ങനെ പറയുമ്പം എന്താ കഴിക്കണേ, എന്ത് ഫുഡാണ് കഴിക്കണേ എന്നൊക്കെ ചെയ്യും. ബിക്കോസ് ദാറ്റ് ഇസ് എ ബിറ്റ് ഒരു നോർമൽ വെയിറ്റ് അല്ലല്ലോ, കുറച്ച് കൂടുതലല്ലേ. അപ്പോൾ വേറെ എന്തെങ്കിലും കോസ് കാരണമുള്ള വെയിറ്റ് ഗെയിൻ ആണോ എന്ന് നമ്മൾ അറിയാനായിട്ട് ബാക്കി ടെസ്റ്റ് നോക്കും. പക്ഷെ നമ്മൾ കൂടുതൽ ചോദിക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ഹർ ഡയറ്റ്. Because she goes to school early in the morning, around I think 7 o'clock or something her bus comes. അപ്പം വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകത്തില്ല, കാരണം ബസ് ഓൾമോസ്റ്റ് ഒരു 1 hour ട്രാവൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷീ ഈറ്റ്സ് സമോസാസ്. മദർ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൈഡ് ആയിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് ഫുൾ ചിക്കൻ സ്റ്റഫ് ചെയ്ത് സമോസാസ്, ഒരു 4 സമോസയാണ് പുള്ളിക്കാരിയുടെ ബ്രേക്ക്ഫാസ്റ്റ്. ദെൻ എവറി ഡേ ഷീ ഈറ്റ്സ് ഓൺലി ഫ്രൈഡ് റൈസ്. ഫോർ ലഞ്ച് ഫ്രൈഡ് റൈസ് ആണ്, അതും വിത്ത് ഓൾ ദ സോസസ്, നോട്ട് ജസ്റ്റ് അതും പുറത്തുനിന്ന് അവർ ഔട്ട്സൈഡ് ട്രിപ്സിനൊക്കെ പോയപ്പോഴത്തേക്കും മേടിച്ച് സോസൊക്കെ മേടിച്ചിട്ട് അത് വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ട് ഭയങ്കര റിച്ച് ആയിട്ട് ഷീ ഈറ്റ്സ് ദാറ്റ്. ദെൻ ഷീ കംസ് ബാക്ക് ആൻഡ് ഐ തിങ്ക് സം മോർ ബ്രഞ്ച് സ്നാക്സ് ഒക്കെ കാണും. ദെൻ അഗെയിൻ ഷീ റീച്ചസ് ഹോം ഇൻ ദ ഈവനിങ്, അഗെയിൻ ഷീ ഈസ് ഈറ്റിംഗ് ദിസ് റൈസ്. വീണ്ടും ചോറ് ചിക്കനും ഇതെല്ലാം വെച്ചിട്ടാണ് റൈസ്. ആൻഡ് മൾട്ടിപ്പിൾ, ഇറ്റ്സ് ഹർ ഫുഡ്, ദ ഫുഡ് ഹാബിറ്റ്സ് ദാറ്റ് ആർ കോസിങ് ദിസ് പ്രോബ്ലം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു, അത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആ കുട്ടിയുടെ അടുത്ത് മാത്രമല്ല, നമുക്കത് പാരൻസിൻ്റെ അടുത്തും കൂടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് സംടൈംസ് ദേ മൈറ്റ് ക്വസ്റ്റ്യൻ ലൈക്ക് ഹു ആർ യു ടു ആസ്ക് us to change that. It's very difficult to tell them that this is wrong. അപ്പം അത് പറഞ്ഞ്, ബട്ട് ദേ വെയർ വെരി റിസെപ്റ്റീവ്, നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പാരൻസ്, ആൻഡ് ഓൾസോ കുറച്ച് ചേഞ്ച് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഒരു ടീനേജറും കൂടെ ആയിരുന്നു. സോ വി കുഡ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ഹർ ഡയറ്റ്, ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ലൂസിങ് വെയ്റ്റ് ഗ്രാജുവലി. And she's doing much better without നമുക്കൊരു ഹോർമോൺസിലോട്ട് പോകുന്നതിന് അതിന് മുന്നേ തന്നെ ഷീ കുഡ് ബ്രിങ് ഓൾ ദിസ് ബാക്ക് ടു നോർമൽ ബൈ ഹർ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. എന്ത് കാര്യത്തിനാണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഒരു വെജൈനലി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ സോപ്പിട്ട് അവിടെ കഴുകരുത്, വാഷ് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പം ദേ ഹാവ് ബീൻ ബിലീവിങ് സർട്ടൻ തിങ്സ് ഫോർ എ ലോങ് ടൈം. അത് അവർക്ക് മാറ്റാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഒരു എസ്പെഷ്യലി വെജൈനൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ പറയും, നോർമൽ വാട്ടർ വെച്ച് വാഷ് ചെയ്യണം, ഡ്രൈ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യണം. കാരണം നമ്മളെല്ലാം ഒരു വെസ്റ്റേൺ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ചില നല്ല കാര്യങ്ങൾ നമ്മളത് അഡോപ്റ്റ് ചെയ്യണം. യൂറിൻ പാസ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് യൂസ് എ ടിഷ്യൂ പേപ്പർ ആൻഡ് ഡ്രൈ ഇറ്റ്. ബിക്കോസ് നമ്മളതല്ലാണ്ട് ഒരു നനവോടുകൂടി നമ്മളൊരു അണ്ടർഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഫോർ എ ലോങ് ടൈം അങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് പിന്നെ ഒരു വെജൈനൈറ്റിസ്, അവിടെ ഏരിയയിൽ ഒരു ഇച്ചിങ്ങും ഇൻഫെക്ഷൻസും ഒക്കെ വരാനായിട്ടുള്ളൊരു കോസ് അതാണ്. അപ്പം അതൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. നോട്ട് ഓൺലി ദർ ആർ സർട്ടൻ ഗുഡ് തിങ്സ് അല്ലേ, ആ ഗുഡ് തിങ്സ് നമ്മൾ എടുത്തിട്ട് വരണം. ആൻഡ് ഈവൻ ഇൻ പ്രഗ്നൻസി ഇത് കഴിക്കാമോ, നടക്കാമോ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ലെറ്റ് ദം നോ ദാറ്റ് യു ക്യാൻ വാക്ക്, ഗോ ഡെയിലി റുട്ടീൻ നോർമൽ എക്സസൈസസ് ഓക്കെ യു ഷുഡ് ഡു എന്ന് പറയുന്നത്. പിന്നെ ചില ഫുഡ് ഐറ്റംസ് ഇറ്റ്സ് ഓക്കെ ടു ഈറ്റ് ഡേറ്റ്സ്. പാവം പപ്പായയും പൈനാപ്പിളും ഒക്കെ ഒരുപാട് ദുഷ്പേര് കേട്ടിട്ടുണ്ട്. ആൻഡ് ഈവൻ വെൻ യു ടെൽ ദം നോ, ഇപ്പം നമ്മളിത് കഴിച്ചോളൂ ഓക്കെ ആണെന്ന് പറഞ്ഞാലും ഇഫ് സംതിങ് എൽസ് ഗോസ് റോങ് they will attribute the whole thing to this pineapple and papaya. ഡോക്ടർ എന്നത് ഓക്കെ എന്ന് പറഞ്ഞത് കഴിച്ചതുകൊണ്ട് ഇത് സംഭവിച്ചതാണെന്നും പറഞ്ഞ്, ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് ഡീപ്പ് റൂട്ടഡ് ബിലീഫ് ഇൻ ദാറ്റ് സിസ്റ്റം, വർഷങ്ങളായിട്ട് ജനറേഷൻസ് ആയിട്ട്. ആൻഡ് ഇപ്പം നമ്മൾക്ക് വരുന്ന ആ പ്രഗ്നന്റ് പേഷ്യൻ്റ് അത് അക്സെപ്റ്റ് ചെയ്താലും വീട്ടിലെ പാരൻസ് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ആൻഡ് അനദർ തിങ് ഇസ് ടേക്കിംഗ് മെഡിസിൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി. ഓക്കെ, ഈവൻ നമ്മൾ അവരുടെ അടുത്ത് പലരും ഞാൻ കണ്ടിട്ടുള്ളത് കുറച്ച് ആൾക്കാർ ഇപ്പോഴത്തെ, പക്ഷെ ഒരു ജനറൽ പോപ്പുലേഷൻ കുറച്ചും കൂടെ ലേൺഡ് ആണ്. ദേ വിൽ ടേക്ക് അയൺ, കാൽഷ്യം ആൻഡ് all the supplements that are needed, but there are still a certain population who are very reluctant to take iron tablet. കൊടുത്താൽ അടുത്ത പ്രാവശ്യം വരുമ്പം ബാക്കി ഉണ്ടാവും, ബിക്കോസ് they will not eat. And ഒരു പനി വന്നാൽ നമ്മളത് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇല്ല, അമ്മ പറഞ്ഞു അത് പനി മെഡിസിൻ കഴിച്ചുകൂടാ. കഴിക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ട്, അത് നമ്മളിപ്പം കഴിച്ചേ പറ്റുള്ളൂ അല്ലേ, അല്ലെങ്കിൽ അത് പോയി വേറൊരു രീതിയിലെത്തും. വോമിറ്റിംഗ് ഉണ്ട്, സം എമൗണ്ട് ഓഫ് വോമിറ്റിംഗ് ഇൻ പ്രഗ്നൻസി ഇസ് നോർമൽ. അതൊരു ഫസ്റ്റ് 12 to 16 weeks വരെ ഉണ്ടാവും, അത്
ഗ്രാജ്വലി തീരുന്ന ഒരു കാര്യമാണ്. ബട്ട് വെനെവർ ദാറ്റ് ഇസ് അബ്നോർമൽ, യു ആർ നോട്ട് ഏബിൾ ടു കീപ് ഡൗൺ എനി ഫുഡ്, ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവുന്നു, വെയിറ്റ് ലോസ്, ദാറ്റ്സ് വെൻ യു ഷുഡ് ടേക്ക് ഹെൽപ്പ്. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ മെഡിസിൻസ് എടുക്കുന്നത്, അതും പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. ഈവൻ ദാറ്റ് കോസസ് ആൻ ഇഷ്യൂ വിത്ത് സം പീപ്പിൾ. അങ്ങനെയൊക്കെയുള്ള ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ബട്ട് സ്മോൾ ചേഞ്ചസ് നമ്മളിങ്ങനെ പറഞ്ഞു 5 പേരെടുത്ത് പറയുമ്പോൾ ഒരാൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പോകും. മാം, ഇസ് ദെയർ എനിത്തിങ് ലൈക്ക് എ ഹെൽത്തി പ്രഗ്നൻസി? ഇപ്പോൾ ഒരാൾ പ്രഗ്നന്റ് ആകുവാണ്, വാട്ട് ഓൾ തിങ്സ്, അല്ലെ എന്തൊക്കെ ഹാബിറ്റ്സ് ആയിരിക്കണം ഇൻ എ ഹെൽത്തി പ്രഗ്നൻസി, ടു ഹാവ് എ ഹെൽത്തി പ്രഗ്നൻസി? ഓക്കെ, സോ ഹെൽത്തി പ്രഗ്നൻസി ആൻഡ് എൻ അൺഇവൻഫുൾ പ്രഗ്നൻസി. അത് അൺഇവൻഫുൾ പ്രഗ്നൻസി എന്ന് തുടങ്ങാം. ഇപ്പം എൻ്റെ അടുത്ത് പലരും എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ പ്രഗ്നൻസി നോർമൽ പ്രഗ്നൻസി ആണെന്ന് പറയുമ്പം ഐ ഓൾവേസ് ഫീൽ ദാറ്റ് ദ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ഫീൽഡ് ഓഫ് മെഡിസിൻ ഇസ് ഒബ്സ്റ്റട്രിക്സ്. കാരണം ഒരു പ്രഗ്നൻസി നമുക്ക് നോർമൽ ആണെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ്, എനി ടൈം, ഈവൻ ഇഫ് ഇറ്റ്സ് ഇൻ ദ ഏർലി പ്രഗ്നൻസി, ലാസ്റ്റ് വരെ പോയിട്ട് നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത, ആർക്കും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്ത കോംപ്ലിക്കേഷൻസ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എപ്പോൾ വേണോ സംഭവിക്കാം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഹോസ്പിറ്റൽ ഡെലിവറീസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ്, സൂപ്പർവൈസ്ഡ് ഡെലിവറീസ് തന്നെ വേണം എന്ന് പറഞ്ഞ് നമ്മൾ സ്ട്രെസ് ചെയ്ത് എല്ലാവരോടും പറയുന്നത്. എസ്പെഷ്യലി ഇൻ ദിസ് ടൈം ആൻഡ് ദ ഹോം ഡെലിവറീസ് ആർ ഓൺ ദ റൈസ്. നമ്മളെപ്പോലത്തെ ഒരു എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ മോർ ദാൻ 500 ഹോം ഡെലിവറീസ് ഇൻ ട്രിവാൻഡ്രം അങ്ങനെ വരെ റെക്കോർഡ്സ് പറയുന്നുണ്ട്. ആൻഡ് അപ്പം അവരൊക്കെ പറയുന്നത് എന്താണ്, എൻ്റെ ഹെൽത്തി പ്രഗ്നൻസിയാണ്, നോർമൽ പ്രഗ്നൻസിയാണ്. സോ ദേ ഓൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ക്യാൻ ഗോ റോങ് അറ്റ് എനി ടൈം. അപ്പം അത് നമുക്ക് മാക്സിമം നമുക്കൊരു ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഗുലർ ആൻറ്റിനേറ്റൽ ചെക്കപ്സ്, ദാറ്റ് ഇസ് എ കീ ടു എ ഹെൽത്തി പ്രഗ്നൻസി. ഒരു ഫസ്റ്റ് 7 months വരെ ഒരു മന്ത്ലി 1 visit, എസ്പെഷ്യലി ദ ടൈം വെൻ യു റിയലൈസ് ദാറ്റ് യു ആർ പ്രഗ്നൻറ്റ്, ഗോ സീ എ ഡോക്ടർ, ഒരു ഗൈനക്കോളജിസ്റ്റ്, ഹൂ എവർ ഇസ് നിയർ യു, ഗോ സീ എ ഡോക്ടർ, ഗെറ്റ് യുവർ സെൽഫ് ടെസ്റ്റഡ്. ഒരു ബേസ് ലൈൻ, നമ്മുടെ എല്ലാം നോർമൽ ആണെന്നുള്ളതൊന്ന് അറിയണം. നമ്മുടെ ഷുഗേഴ്സ്, തൈറോയിഡ്, ഇതൊക്കെ നോർമലാണ്, യൂറിൻ റുട്ടീൻ, ഹീമോഗ്ലോബിൻ, അനീമിയ ഉണ്ടോ എന്നുള്ളത്. സ്റ്റാർട്ട് ഓൺ ഫോളിക് ആസിഡ്. ഒരു ഫസ്റ്റ് 3 months കണ്ടിന്യൂസ്ലി ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് എടുക്കണം. ആൻഡ് ചില ആൾക്കാർ, ചില അസുഖങ്ങളുള്ളവർ, ചിലവർ ത്രൂ ഔട്ട് പ്രഗ്നൻസി എടുക്കേണ്ടിയും വരും. ദെൻ ഫ്രം സെക്കൻഡ് ട്രൈമസ്റ്റർ റെഗുലർ അയൺ, കാൽഷ്യം സപ്ലിമെൻറ്റ്സ് റെഗുലറായിട്ട് എടുക്കുക. ബട്ട് ദ ബേസിക് തിങ് ഇസ് റെഗുലർ ആൻറ്റിനേറ്റൽ ചെക്കപ്സ്. ബിക്കോസ് ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ വെൻ യു ഗോ ടു എ ഡോക്ടർ, നിങ്ങളുടെ വെയിറ്റ് നോക്കുകയാണ്, നിങ്ങളുടെ BP ചെക്ക് ചെയ്യുകയാണ്. കാരണം നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ BP എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. എത്ര നമ്മൾ വിചാരിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരാൾ വന്ന് എക്സാമിൻ ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നല്ലൊരു ഡയറ്റും നല്ലൊരു എക്സസൈസ് സ്കെഡ്യൂളും. ഇപ്പം ഒരു ബ്ലീഡിങ് ഉള്ള ആളാണ്, പ്രീടേം പെയിൻ ഉള്ള ആളാണ്, അവർക്കൊക്കെയാണ് നമ്മൾ റെസ്റ്റ് പറയുന്നത്. അല്ലാതെ ഇറ്റ്സ് ഓക്കെ ടു വാക്ക് ഇൻ പ്രഗ്നൻസി, ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ടു വാക്ക് ഇൻ പ്രഗ്നൻസി. ആൻഡ് നമ്മളൊരു വെയിറ്റ് ഗെയിൻ, ഒരു നോർമൽ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു 10 to 12 kg ആണ് ഒരു നോർമൽ വെയിറ്റ് ഗെയിൻ. എക്സ്പെക്റ്റഡ് വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് 2 പേർക്കും 3 പേർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് കഴിച്ച് ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പം പിന്നെ നമുക്കൊരു പോസ്റ്റ്പാർട്ടം അത്രയും വെയിറ്റ് ലൂസ് ചെയ്യാനും പാടാണ്. ആൻഡ് ഓൾസോ നമ്മൾ അങ്ങനെയൊക്കെ നോക്കി നമ്മുടെ ഷുഗേഴ്സ് നോർമലാണോ, എവറി 3 months ഒരു ഹീമോഗ്ലോബിനും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മളൊരു ആൻറ്റിനേറ്റൽ ചെക്കപ്സ് റെഗുലറായിട്ട് ചെയ്താൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാനായിട്ട് നോക്കുക. എയറേറ്റഡ് ബെവറേജസ്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ്. യു മൈറ്റ് ഗെറ്റ് സം ക്രേവിങ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി, ഇറ്റ്സ് ഈസി, ഓക്കെ ടു ഹാവ് ദാറ്റ്. ബട്ട് കുറച്ച് വെജിറ്റബിൾസ് കൂടുതൽ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്. അപ്പോൾ നമ്മളിങ്ങനെ റെഗുലർലി നിങ്ങളൊരു മാസം തോറും, പിന്നെ അത് കഴിഞ്ഞ് എവറി 2 weeks ഒരു ഡോക്ടറിനെ കാണുമ്പം നിങ്ങളുടെ ഒരു വെയിറ്റ് ഗെയിൻ കറക്റ്റ് ആയിട്ടുണ്ടോ, മന്ത്ലി നിങ്ങളുടെ വെയിറ്റ് കൂടുന്നത് കറക്റ്റ് ആണോ, എക്സസ് ആണോ, അതോ വെയിറ്റ് കുറവാണോ, നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ബേബിയുടെ ഗ്രോത്ത്, ഈവൻ വിത്തൗട്ട് സ്കാൻസ്. ഇപ്പോൾ ഒരു ബേബി സിംഗിൾട്ടൺ പ്രഗ്നൻസി, ട്വിൻസ് അല്ലാത്തവർക്ക് നമുക്ക് ക്ലിനിക്കലി അസസ് ചെയ്യാൻ പറ്റും കറക്റ്റ് ഗ്രോത്ത് ആണോ വരുന്നത്, എങ്ങനെയുണ്ടെന്നുള്ള. ആൻഡ് ഈവൻ യുവർ സ്മോൾ ഇഷ്യൂസ് ക്യാൻ ബി അഡ്രസ്ഡ് അല്ലേ. പിന്നെ ഓൾവേസ് ഒരു നല്ലൊരു സപ്പോർട്ടീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വീട്ടിലുള്ള ഫാമിലിയും നോക്കുക. കാരണം മെൻ്റൽ ഹെൽത്ത് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് പേര് അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെസ്സാണ്, ഫാമിലി എന്ന സ്ട്രെസ്സ്. ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് എ ലോട്ട് ഓഫ് ഒപ്പീനിയൻസ്, എവിടെ ഡെലിവറി ചെയ്യണം, ഏതാരെ കാണിക്കണം. അപ്പം പലരും ദേ ആർ ഗോയിങ് സം പ്ലേസസ്, ഓരോരുത്തടുത്ത് കാണിക്കുന്നത് അവരുടെ ഇഷ്ടപ്രകാരമല്ല. ദേ ആർ ഫോഴ്സ്ഡ്. ഇവരവിടെ ഇന്ന ആൾ ഇവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ അടുത്ത് പോകാൻ പറയുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ജനറലി ആ ഒരു പ്രഗ്നൻറ്റ് ലേഡീനെ ഒന്ന് അവരെയും കൂടെ അവരുടെ ഇൻപുട്ടും കൂടെ എടുത്തിട്ട് അതൊരു ഫാമിലി സപ്പോർട്ടാണ്. ഒരു പാർട്ട്ണറിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ട് വേണം. പിന്നെ ഏത് ഇമ്മീഡിയറ്റ് ഫാമിലി ആരൊക്കെയാണോ അവരുടെ സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ട് വേണം. അവർ ഹാപ്പി ആണോ ഡ്യൂറിങ് ദ പ്രഗ്നൻസി എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്
അവർ ആ ഫാമിലി മെമ്പേഴ്സ് നോക്കേണ്ട ഒരു കാര്യമാണ്. ദാറ്റ്സ് വെരി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദ വുമൺ ഇസ് ഹാപ്പി. ഓക്കെ, ഈവൻ ബേബി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീരുന്നില്ല. ഈവൻ പോസ്റ്റ്മോർട്ടം ദാറ്റ് So ഷുഡ് it's very കണ്ടിന്യൂ. important to make the mother happy. Yeah, it's very important. At least, like, there are some people who are very stressed out. There are hormone changes. They get easily upset. Some girls are upset about the weight gain. They feel things are changing super fast. They cannot accept the changes that are happening to their body. ഒരു പുതിയ ആള് വരുവാണ്. വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ ആരൊക്കെ നോക്കുകയാണെങ്കിലും മദർ ഹാസ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഹെർ ഹോൾ ലൈഫ് ടേൺസ് അപ്സൈഡ് ഡൗൺ. ഒരു മെറ്റേണിറ്റി ലീവ് തന്നെ നല്ലതായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് അതെല്ലാം നിർത്തി വീട്ടിൽ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കണം. അത് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ചേഞ്ചസ് ആണ്. അത് പക്ഷെ വാട്ട് ഹാപ്പൻസ്, ചില ആൾക്കാർക്ക് അത് ഓക്കെ എന്ന് പറഞ്ഞു പോകും. പക്ഷെ കുറച്ച് പേർക്ക് അത് ഡിഫിക്കൽട്ടാണ് അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷെ അത് കൂടെ ഉള്ളവർ മനസ്സിലാക്കത്തില്ല. ഇതെന്താ ഒരു പുതിയ കാര്യമാണോ, ഇത് പ്രഗ്നൻസി എല്ലാവരും പ്രഗ്നൻ്റ് ആകുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട്. സം പീപ്പിൾ ക്യാൻ ഗെറ്റ് ഡിപ്രസ്ഡ് പോസ്റ്റ്മോർട്ടം. അത് റിയലൈസ് ചെയ്യുന്നില്ല. അവർ കുഴപ്പമില്ല, ആ ഒരു പോസ്റ്റ്മോർട്ടം ഉള്ള ഒരു ഹോർമോണൽ ചേഞ്ചസ്, പെട്ടെന്നൊരു ന്യൂ അഡീഷൻ ടു ദ ഫാമിലി, അതിനെ ഫുൾ ടൈം നോക്കണം, അങ്ങനെയൊക്കെ വരുമ്പം കുറച്ചൊരു അപ്സെറ്റ് ആകാം. അപ്പോൾ ഇപ്പോൾ ഒരു മൈൽഡ് രീതിയിലൊക്കെ ആണെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഹെൽപ്സ് ദം ഗോ ത്രൂ ദാറ്റ് ഇസ് ഫാമിലി സപ്പോർട്ട്. ഡെഫിനറ്റ്ലി ഫാമിലി സപ്പോർട്ട്. റൂട്ടായിട്ട് നമ്മൾ ഒരു ഹെൽത്തി പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യേണ്ട റെഗുലർ ആൻറ്റിനേറ്റൽ കെയർ ആണ്. നിങ്ങളുടെ ഡോക്ടർ പറയുന്നത് കേൾക്കുക, അവർ തരുന്ന വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുക. ആൻഡ് വെൻ എവർ ദേ സേ സംതിങ് ഇസ് റോങ്, അഡ്രസ് ഇറ്റ്. എന്തുവാണെന്നുള്ളത് നമ്മളത് പറയുന്നതനുസരിച്ച് ചെയ്യുക. പിന്നെ ചിലവരുടെ അടുത്ത് എല്ലാ പ്രഗ്നൻസീസും നമുക്ക് ഡേറ്റ് വരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. 40 weeks ആണ് ഡേറ്റ് എങ്കിലും എല്ലാവരും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും. ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് നേരത്തെ ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും. നമ്മളത് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ആ ഡോക്ടറിന് അപ്പം തോന്നി 38 ആഴ്ചയിൽ ഇൻഡ്യൂസ് ചെയ്യണം തോന്നിയതുകൊണ്ടല്ല. ഇത്രയും സ്റ്റഡീസും വർഷങ്ങളായിട്ട് ആൾക്കാരത് പഠിച്ച് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതും ദാറ്റ് ഇസ് വൺ ബിഗ് തിങ് ദാറ്റ് ഇസ് ഡിഫിക്കൾട്ട് ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അതും ഫാമിലിയിൽ നിന്നാണ് ആ ഒരു പ്രഷർ വരുന്നത്. ഇപ്പോൾ 38 weeks അഡ്മിറ്റ് ആവണം, ഷുഗർ ഉണ്ട്, ഇൻസുലിൻ എടുക്കുകയാണ്, എന്തിനാ നേരത്തെ പ്രസവിപ്പിക്കുന്നത്, നേരത്തെ പ്രസവിപ്പിക്കുന്നത് സിസേറിയൻ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നൊരു സ്ട്രോങ് ആയിട്ട് വരും. പക്ഷെ നമ്മളത് പറയുന്നത് വെറുതെ പറയണല്ലോ, ദർ ഇസ് സംതിങ് എന്നുള്ള ആ ഒരു അക്സെപ്റ്റൻസ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണെന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം. എല്ലാ പ്രഗ്നൻസീസും ഡേറ്റ് വരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചിലത് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും. അതെല്ലാം ഒരു ജനറൽ നമ്മളൊരു പബ്ലിക് ഹെൽത്ത് അവയർനെസ് എല്ലാ കാര്യത്തിനെ കുറിച്ചും നമുക്ക് നമ്മുടെ നാട്ടിൽ കുറച്ച് കുറവാണ്. എവ്രിബഡി നോസ്, ദേ ഓൾ ആർ വെൽ റെഡ്, വെൽ എഡ്യൂക്കേറ്റഡ്. പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ അറിയാമോ, അക്സെപ്റ്റ് ചെയ്യേണ്ട ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്കത് കുറച്ച് പാടാണ്. എല്ലാ ഹൈ റിസ്ക് പ്രഗ്നൻസീസും സിസേറിയൻ സെക്ഷനിലോട്ട് പോവാറുണ്ടോ? നോട്ട് നെസസറിലി. ബിക്കോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ റീസെൻ്റ്ലി വി ഹാഡ് എ ഡെലിവറി. ഷി വാസ് എ സെക്കൻഡ് ഗ്രാവിഡ, രണ്ടാമത്തെ പ്രഗ്നൻസി ആയിരുന്നു. പുള്ളിക്കാരിയുടെ ആദ്യത്തെ ഡെലിവറി അറൗണ്ട് ഒരു 34 weeks വെള്ളം പൊട്ടിപ്പോയി. ആൻഡ് ഷീ വെൻ ടു എ ലോക്കൽ ഹോസ്പിറ്റൽ. ഷീ ഡെലിവേർഡ്. സം പ്രൊലോങ് ലേബർ, സം ഇഷ്യൂസ്, ഷീ ഈസ് നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ബട്ട് ബേബിക്ക് സെറിബ്രൽ പാൽസിയാണ്. ആൻഡ് അതിനുശേഷം ഇതിപ്പം രണ്ടാമത്തെ പ്രഗ്നൻസി. ആൻഡ് 18 വയസ്സ് തൊട്ട് ഡയബറ്റിസ് ഉള്ള ഒരാളാണ്. ആൻഡ് വെൻ ഷീ ബിക്കെയിം പ്രഗ്നന്റ്, ഹെർ ഷുഗേഴ്സ് വെയർ കൈൻഡ് ഓഫ് അൺകൺട്രോൾ. കാരണം ആ കുട്ടിയെ നോക്കി സ്വന്തം ഹെൽത്ത് ഒന്നും നോക്കാത്ത ഒരാളായിരുന്നു. പിന്നെ വെൻ ഷീ കണ്ടിന്യൂഡ്, നമ്മൾ ബാക്ക് ടു ഇൻസുലിൻ എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നു. ഓൾ ദ ചെക്കപ്സ് എവറിത്തിങ് വെയർ ഡൺ. അതിനുശേഷം ഷീ ഡെവലപ്പ് ബ്ലഡ് പ്രഷർ, ബി പി കൂടി, യൂറിനിൽ പ്രോട്ടീൻ്റെ അളവ് കൂടി ഒക്കെ വേണം. ആൻഡ് അഗെയിൻ അറ്റ് ക്ലോസ് ടു 34 weeks ഷീ ഹാഡ് ലീക്കിംഗ് അഗെയിൻ. ആൻഡ് ദിസ് ഇസ് എ വെരി ഹൈ റിസ്ക് പ്രഗ്നൻസി ആൻഡ് ഷീ ഡെലിവേർഡ് നോർമലി. നോട്ട് ഓൾ പ്രഗ്നൻസീസ് നമുക്ക് അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വി ട്രൈ ഫോർ എ നോർമൽ ഡെലിവറി. ബട്ട് സംടൈംസ് നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു നല്ലൊരു ഡെലിവറിയുടെ ഔട്ട്പുട്ട് എന്തായിരിക്കണം, അമ്മ ഹെൽത്തി ആയിരിക്കണം, ബേബി ഹെൽത്തി ആയിരിക്കണം. സോ അതിനു വേണ്ടി ചിലപ്പോൾ നമുക്ക് ഈ നോർമൽ ലേബർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്കിപ്പം ഒരു പേഷ്യൻറ്റ് പ്രഗ്നൻ്റ് ആകുമ്പം അവർ സുഖമായിട്ട് പ്രസവിക്കുകയോ ഇല്ലയോ എന്ന് അവരെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. നമുക്ക് അവരെ പെൽവിസ് നോക്കി ഇൻ ലേബറിലുള്ള ചേഞ്ചസ്, സെർവിക്സ് ഡയലേറ്റ് ചെയ്യുന്നുണ്ടോ, കുഞ്ഞിൻ്റെ തല ഇറങ്ങി വരുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ലേബറിലായി കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. സോ അത് ഓരോ പേഷ്യൻറ്റിനും ഓരോ രീതിയിലായിരിക്കും. എൻ്റെ മദർ ഇൻ ലോ പ്രസവിച്ചു, സുഖമായിട്ട് 5 പേരെ പ്രസവിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഒരാൾക്ക് പ്രസവിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ചില ഫൈബ്രോയിഡ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസീസ് ആണ്, ബിഗ് ഫൈബ്രോയിഡ്സ് ആണ്. അത് എന്തെങ്കിലും ഒബ്സ്ട്രക്റ്റഡ് ലേബർ ആവുകയാണെങ്കിൽ പറ്റത്തില്ല. വി ഹാവ് ടു ടേക്ക് ദം അപ്പ് ഫോർ എ സിസേറിയൻ സെക്ഷൻ. പ്ലാസൻ്റ താഴെ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ
എവ്രി വുമൺ ഇസ് ഡിഫറെൻറ്റ്, എവ്രി പ്രഗ്നൻസി ഇസ് ഡിഫറെൻറ്റ്. അപ്പം ആ ഓരോ പ്രഗ്നൻസിയുടെ ഔട്ട്കമ്മും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഒരു കുഞ്ഞിന് വളർച്ച കുറവുള്ള കുഞ്ഞുങ്ങളാണ്, കുറച്ച് കോംപ്രമൈസ് ബേബീസ് ആകുമ്പോൾ നമ്മളൊരു സാധാരണ നേരത്തെ പറഞ്ഞ ഒരു നോർമൽ പ്രഗ്നൻസി അവർക്ക് കൊടുക്കും പോലെയുള്ള ഒരു ലോങ് ട്രയൽ മേ ബി നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഒരു ഷോർട്ട് ട്രയലേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഓരോ സ്റ്റോറിയും ഡിഫറെൻ്റ് ആണ്. എങ്ങനെ നമ്മൾ ഇൻ ലേബറിൽ ഡ്യൂറിങ് പ്രഗ്നൻസി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ, അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇൻ ലേബറിൽ എന്തെങ്കിലും വരുന്നുണ്ടോ, പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറയുവാണ് ലേബറിൽ, നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷെ അല്ലാത്തതാണെങ്കിൽ വി ഹാവ് നോ അതർ ഗോ, ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഓൾവേസ് മദർ ആൻഡ് ബേബി സേഫ് ആൻഡ് സൗണ്ട് ആയിരിക്കണം. ദാറ്റ് ഷുഡ് ബി ദ ഗോൾ. പ്രഗ്നന്റ് ആവാൻ പറ്റിയ ബെസ്റ്റ് ഏജ് ഏതാണ്? പ്രഗ്നൻസി എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണെങ്കിൽ വെനെവർ ദ parents are ready to have a child, because it's a huge responsibility. ജസ്റ്റ് ഒരുപാട് പേര് ഇപ്പം ലേറ്റ് പ്രഗ്നൻസീസ് ആണ്, ബിക്കോസ് എന്താണ് അവരുടെ കരിയർ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് കാരണം കുറച്ചും കൂടെ താമസിച്ച് പ്രഗ്നൻസി എല്ലാം ഡിലേ ചെയ്ത് വരുന്നവരുണ്ട്. അത് കാരണം പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബോത്ത് ദ പേരൻസ് ഷുഡ് ബി റെഡി ടു ഹാവ് എ ചൈൽഡ്. ഏജ് വൈസ് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു യങ്കർ ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ, ഒരുപാട് യങ് ആണെങ്കിലും ആഫ്റ്റർ ഒരു 35 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസ്കാരേജ് റേറ്റ്സ് ആർ മോർ. ഇപ്പം നമ്മളൊരു കമ്പയർ ടു 30 വെച്ച് കമ്പയർ ചെയ്യുമ്പം ദ റേറ്റ് ഓഫ് മിസ്കാരേജ് ഇസ് ഓൾമോസ്റ്റ് ഡബിൾ അറ്റ് 35 ആൻഡ് അഗെയിൻ ഇറ്റ് ഡബിൾസ് അറ്റ് 40. അങ്ങനെ കൂടി വരും. സോ അങ്ങനെ മിസ്കാരേജ് റേറ്റ് നമ്മളൊരു വെച്ച് നോക്കുമ്പോൾ മേ ബി ഒരു 23, 25 ആ ഒരു ഏജ് ഗ്രൂപ്പിലെല്ലാം എവറിത്തിങ് വിൽ ബി പെർഫെക്റ്റ്. ബട്ട് ദ woman might not be ready to have a child at that time. So that is actually a tricky question. നമുക്ക് തിയറി പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ അനദർ ഫാക്ടർ ഇസ് മെറ്റേണൽ ഏജ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമുക്കൊരു സെറ്റ് നമ്പർ ഓഫ് ഓവുലേഷൻസേ ഉള്ളൂ, ഒരു സെറ്റ് നമ്പർ ഓഫ് oocytes ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഏജ് കൂടുന്തോറും ഒരു ആഫ്റ്റർ 30, ഒരു 35 ആകുമ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ഫോളിക്കിൾസ് കുറയും, എഗിൻ്റെ നമ്പർ കുറയും, എഗിൻ്റെ ക്വാളിറ്റി കുറയും. അങ്ങനെ വരുമ്പോഴും പിന്നെ ഒരു കൺസെപ്ഷൻ ഡിഫിക്കൽട്ട് ആവും. ദെൻ they will fall into that infertility wormhole. അത് വീണ് കഴിഞ്ഞാൽ പിന്നെ ബോത്ത് ഫൈനാൻഷ്യലി ഇമോഷണലി എല്ലാം ഡ്രെയിനിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോകും. അത് നമ്മൾ അസസ് ചെയ്യണം. അതുകൊണ്ടിപ്പം ആക്ച്വലി ഒരുപാട് പേര് ഇപ്പോൾ ഒ പിയിൽ വരുന്നുണ്ട്. ഐ വോണ്ട് ടു ഗെറ്റ് പ്രഗ്നൻറ്റ് ആഫ്റ്റർ 3 years. ഡു യു തിങ്ക് ക്യാൻ ഐ വെയിറ്റ് ഫോർ 3 years എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. സോ ദേ നോ, അവരപ്പോൾ വന്ന് അവരുടെ റൈറ്റ് നൗ എന്താണ് അവരുടെ സ്റ്റേറ്റസ് എന്നൊക്കെ നോക്കി പോകുന്നവരുണ്ട്. സോ അതാണ്, ഒരു പ്രോബ്ലം ഇല്ലാത്തവർക്ക് ദർ ആർ പീപ്പിൾ ഹൂ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് പ്രഗ്നൻറ്റ് അറ്റ് 25 and 26 ആൻഡ് ഹൂ കൺസീവ്സ് ഈസിലി ആഫ്റ്റർ 30. സോ ബെസ്റ്റ് ഏജ് ഡെഫിനറ്റ്ലി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, തിയറി നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബിഫോർ 30. ബട്ട് നമ്മൾ ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ, ചേഞ്ചിങ് ട്രെൻഡ്സിൻ്റെ അനുസരിച്ച് നമ്മുടെ സയൻസും ഇവോൾവ് ചെയ്യുവാണ് ടു ഹെൽപ്പ് ദം. ബട്ട് ഒരു 35 ഒക്കെ കഴിയുമ്പോൾ ഒരു പ്രഗ്നൻസി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. മെഡിക്കൽ പ്രോബ്ലംസ് കൂടുതലായിട്ടുണ്ടാവും. ഷുഗർ വരാൻ, BP വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അഗൈൻ ഐ ടോൾഡ് യു, മിസ്കാരേജ് റേറ്റ്സ് കൂടുതലാണ്. പിന്നെ ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ ഇപ്പം പ്രോബ്ലം ഉണ്ട്. ഓൾറെഡി ഭയങ്കര ഇറഗുലർ സൈക്കിൾസ് ആണ്, ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ നോൺ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, പിന്നെ എൻഡോമെട്രിയോസിസ് അങ്ങനത്തെയൊക്കെ കണ്ടീഷൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ വി ജനറലി അഡ്വൈസ് ദം നോട്ട് ടു പുഷ് ദെയർ പ്രഗ്നൻസി ടു ലോങ്. It's best to conceive early എന്ന് പറയാറുണ്ട്. Doctor, you just spoke about home deliveries, അല്ലേ? What is your opinion about it? Kerala, the most literate state, we enjoy the lowest maternal mortality rate. അത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ പെട്ടെന്നുണ്ടായതോ ഒന്നൊരു സംഭവമല്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ സീനിയേഴ്സ്, ഗവൺമെൻറ് ഒഫീഷ്യൽസ്, മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്, നഴ്സസ്, സ്റ്റാഫ്, ഇവരുടെയൊക്കെ വർഷങ്ങളായിട്ടുള്ള അവരുടെ എഫേർട്സ്, അവരിതിന് വേണ്ടിയിട്ട് ഈ റെസ്പെക്ട്ഫുൾ മെറ്റേണിറ്റി കെയറും നമ്മുടെ ഒരു മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് എടുത്ത് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമിൽ വന്ന് അതിൻ്റെ ഒരു എൻഡ് പ്രോഡക്റ്റാണ് ഈ ലോവസ്റ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വി ആർ വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇറ്റ്സ് വെരി സാഡ് ടു സീ that home deliveries are on the rise. There are a group of people who are actively promoting home deliveries. I heard that there are WhatsApp groups even. WhatsApp groups-ൽ ഈ ഹോം ഡെലിവറി സപ്പോർട്ട് ചെയ്യുന്നവർ, പിന്നെ അങ്ങനെ ഇൻഫൻറ്റ് ഡെത്ത് സംഭവിക്കുമ്പം തന്നെ അതിനെ മറച്ചു വെക്കുന്നു, അത് റിപ്പോർട്ട് ചെയ്യാതെ മറച്ചു വെക്കുന്നവർ, ഹോം ഡെലിവറി ചെയ്യുന്നവർക്ക് ഗ്രാജുവേഷൻ കൊടുക്കുന്നവർ. മൈ ഫ്രണ്ട് ഓഫ് കൊളീഗ് ഓഫ് മൈൻ ഹാഡ് റീസെൻ്റ്ലി പോസ്റ്റഡ് എ വീഡിയോ ഓൺ ദാറ്റ് ഓൾസോ. അവരെ വിളിച്ച് ആദരിക്കുവാണ്, ബിക്കോസ് ദേ ഡെലിവേർഡ് അറ്റ് ഹോം. ഇത്
the crux that everybody has to understand, ഞാൻ നേരത്തെ പറഞ്ഞത്, there is nothing like a normal delivery. At any point anything can go wrong, and when something goes wrong, നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സിൽ കിട്ടുന്ന ആ അറ്റൻഷൻ ഓർ ദി നീഡ് അതാണ്. അപ്പം ഈ വീട്ടിൽ സംഭവിക്കുന്ന കാര്യം ഹോസ്പിറ്റലിൽ സംഭവിക്കാമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളത് ഹോസ്പിറ്റലിൽ സംഭവിക്കുമ്പം യു ആർ സറൗണ്ടഡ് ബൈ എ ട്രെയിൻഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ. ദർ ആർ ട്രെയിൻ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ്, നഴ്സസ്. ദേ നോ വാട്ട് ടു ഡു വെൻ തിങ്സ് ഗോ റോങ്. ദേ ക്യാൻ ആൻറ്റിസിപ്പേറ്റ്. ഇങ്ങനെ അവർ നിങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം ഇതിങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ പെട്ടെന്നൊരു ബ്ലീഡിങ് വന്നാൽ ഫസ്റ്റ് എന്താണ് എന്നുള്ളത് അറിയാം. ബട്ട് വെൻ യു ആർ അറ്റ് ഹോം, ദേ ആർ നോട്ട് ദെയർ, ആൻഡ് ദ പീപ്പിൾ ഹു ആർ അറൗണ്ട് യു ആർ നോട്ട് നെസസറിലി ട്രെയിൻഡ്. ആൻഡ് അവരങ്ങനെ ഇപ്പോൾ അവരത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ശരി നമ്മുടെ കൈവിട്ട് പോകുന്നു എന്നും പറഞ്ഞ് ദ ടൈം അവർ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഇറ്റ് മേ ബി ടു ലേറ്റ്. നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ വെച്ചത് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ സേവ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സിനും സ്റ്റാഫിനും ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ടാവും. സോ അത് നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ആൻഡ് ഓൾസോ ദ സോഷ്യൽ മീഡിയ ഫാഡ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് അൺസൂപ്പർവൈസ്ഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് ആർ ഓൺ ദ റൈസ്. അത് ഒരുപാട് പേര് ഇൻഫ്ലുവൻസർ കൾച്ചറെല്ലാം കൂടുതലുള്ള അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ഡെലിവറീസ് ആർ എ നോ. Definitely no. And not home deliveries. You need to go to a hospital. It should be a supervised delivery. കാരണം ഇറ്റ്സ് എ ലോട്ട് ഓഫ് നിങ്ങളുടെ ബേബിയും നിങ്ങളും അണ്ടർഗോ ചെയ്യുന്ന ആ ചേഞ്ചസ് എപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കുഞ്ഞ് ജനിച്ച ഉടനെ കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ കുഞ്ഞിനെ അത് അപ്പം അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ ഒരു നിയോനേറ്റോളജിസ്റ്റ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു റിസസിറ്റേഷൻ, ഒരു ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം ഒന്നും നമുക്ക് ആർക്കും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. പെട്ടെന്ന് പേഷ്യൻ്റ് കൊളാപ്സ് ചെയ്യുന്നു. അങ്ങനെ ആ സമയത്ത് എമർജൻസി ആയിട്ട് നമ്മൾ ഒരു ബേബിനെ പുറത്തെടുത്ത് മദറിനെ റിസസിറ്റേറ്റ് ചെയ്ത് സേവ് ചെയ്ത മദേഴ്സ് ഉണ്ട്, കിട്ടുന്ന ബേബീസ് ഉണ്ട്. ഇതൊന്നും വീട്ടിൽ സംഭവിക്കത്തില്ല. സോ വൈ ദർ ഇസ് എ ഹോസ്പിറ്റൽ, വൈ ദർ ആർ ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ്, ബിക്കോസ് ദേ ആർ ദെയർ ടു ഹെൽപ്പ് യു. അത് നമ്മൾ മനസ്സിലാക്കണം. വേറെ പലരും ചോദിക്കാറുണ്ട്, വീട്ടിലെ അമ്മൂമ്മയും എല്ലാവരും വീട്ടിൽ എത്രയോ പ്രസവിച്ചാണ്, 7-8 പ്രസവിച്ചാണ്, അപ്പം എന്തുകൊണ്ട് പ്രസവിച്ചുകൂടാന്നുള്ളത്. പണ്ട് ഹോം ഡെലിവറീസ് കൂടുതലായിരുന്നു. പക്ഷെ പണ്ട് ഹോം ഡെലിവറീസ് കൂടിയതോളം മെറ്റേണൽ മോർട്ടാലിറ്റി പണ്ടത്തെ കൂടുതലാണ്, കുട്ടികൾ മരണപ്പെടുന്നത് കൂടുതലാണ്. അതും ഇന്നത്തേതും കൂടെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കൂ. ഓൾസോ വീട്ടിൽ എത്രയും മൾട്ടിപ്പിൾ ഡെലിവറീസ് ആയി അമ്മൂമ്മയുടെ, അതിനുശേഷമുള്ള അവരുടെ ഹെൽത്ത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. പലരും ഒരുപാട് പെൽവിക് ഫ്ലോർ ഡിസ്ഫങ്ഷൻ കാരണം, യൂട്രൈൻ പ്രൊലാപ്സ്, യൂറിനറി ഇൻകോണ്ടിനൻസ്, ഫിസ്റ്റുലാസ്, ഇങ്ങനെയൊക്കെ കാരണം ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു പ്രോപ്പർ നോർമൽ ഹോസ്പിറ്റലിൽ പോയി ഒരു റുട്ടീൻ ആൻറ്റിനേറ്റൽ കെയറും ഒരു സൂപ്പർവൈസ്ഡ് ഡെലിവറിയും ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ഇസ് ബെറ്റർ, ഈസിയർ. ഈ ഹോസ്പിറ്റലിൽ പോയാൽ സിസേറിയൻ ചെയ്യും എന്ന് പറഞ്ഞ പേടി കൊണ്ടാണ് പലരും അത് ചെയ്യുന്നത്. മേ ബി അവർക്ക് പ്രയർ ഡെലിവറി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു അൺപ്ലസൻറ്റ്, ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിരിക്കാം. ഐ എം നോട്ട് സെയിങ് എവ്രിവെയർ ഇറ്റ് ഇസ് പെർഫെക്റ്റ്, ബട്ട് അങ്ങനെയാണെങ്കിൽ റാദർ ദാൻ സ്റ്റേയിങ് അറ്റ് ഹോം ആൻഡ് ഡെലിവറിങ്, വേറൊരു ബെറ്റർ ഹോസ്പിറ്റൽ കണ്ടുപിടിക്കുകയോ ഒരു ബെറ്റർ ഡോക്ടറിനെ കണ്ടുപിടിക്കുകയോ ചെയ്യേണ്ടതാണ് അതിൻ്റെ ആൻസർ. സോ നോ ഹോം ഡെലിവറീസ് പ്ലീസ്. Thank you, Dr. Rohini, for joining us today. It was a very informative session. Thank you so much. Thank you.